എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് യുവപ്രതീക്ഷ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരാളെ കുറിച്ചാണ്. അതെ, രാഹുൽ മാങ്കൂട്ടം. യൂത്ത് കോൺഗ്രസിലൂടെ വളർന്ന് MLA ആയി വലിയ സ്വപ്നങ്ങളുമായി രാഷ്ട്രീയത്തിൽ എത്തിയ ഒരാൾ. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ പേര് വാർത്തകളിൽ വരുന്നത് വിവാദങ്ങൾ, പരാതികൾ, അറസ്റ്റ് എന്നൊക്കെയുള്ള വാക്കുകളോടൊപ്പമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇതൊരു ഫാക്ട് ബേസ്ഡ്, അതേപോലെ തന്നെ അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ വീഡിയോ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പേര് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നത് യൂത്ത് കോൺഗ്രസിലൂടെയാണ്. അദ്ദേഹം നല്ലൊരു സ്പീക്കർ ആയിരുന്നു. അതേപോലെ തന്നെ യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ കഴിയുള്ള ഒരു നേതാവായിരുന്നു. പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നത് ഇത് ഫ്യൂച്ചർ കോൺഗ്രസ് ലീഡർഷിപ്പിലേക്കുള്ള ഒരു ആളാണ് എന്നായിരുന്നു. സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും യങ്, എനർജറ്റിക്, മോഡേൺ പൊളിറ്റീഷ്യൻ എന്ന ഒരു ഇമേജ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പാലക്കാട് കോൺസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്ന് പലർക്കും തോന്നിയിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര ഇനിയും മുകളിലേക്ക് ഉയരും എന്ന്. MLA ആയി കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പബ്ലിക്കിന്റെ ഇടയിൽ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. യൂത്തിനെ കുറിച്ച് സംസാരിക്കും, സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യും. അതേപോലെ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഓരോ വിഷയങ്ങളെ കുറിച്ചും സംസാരിച്ച് ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിന് വേണ്ടിയിരുന്ന ഒരു യങ് യൂത്ത് ഫേസ് ആയി അദ്ദേഹം മാറി. പാർട്ടി പരിപാടികൾ, സ്റ്റുഡന്റ് പൊളിറ്റിക്സ്, അതേപോലെ തന്നെ യൂത്ത് എംപവർമെന്റ് എന്നൊക്കെയുള്ള വിഷയങ്ങൾക്കായിരുന്നു അദ്ദേഹം കൂടുതലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഫ്യൂച്ചർ ക്യാബിനറ്റ് മിനിസ്റ്റർ മെറ്റീരിയൽ എന്നവരെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷെ ഇവിടെയാണ് അദ്ദേഹത്തിന്റെ കഥ സ്ലോലി ഡയറക്ഷൻ മാറി മറിയുന്നത്. രാഷ്ട്രീയത്തിൽ പലർക്കും ഉയർച്ചയുണ്ടാവും, പക്ഷേ ഒരു കോൺട്രവേഴ്സിയിൽ പെട്ടുകഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കാൻ വലിയ പാട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ വലിയ ഒരു കോൺട്രവേഴ്സി വരുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതികളിലൂടെയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചില ആരോപണങ്ങൾ, ചില സ്ക്രീൻഷോട്ടുകൾ, ചില വോയിസ് ക്ലിപ്പുകൾ, അവിടെ മുതലാണ് കാര്യങ്ങൾ മാറി തുടങ്ങിയത്. അന്ന് പലരും പറഞ്ഞു ഇതൊക്കെ പൊളിറ്റിക്കൽ കോൺസ്പിറൻസി ആണോ അതോ ക്യാരക്ടർ അസോസിയേഷൻ ആണോ എന്നൊക്കെ. പിന്നീട് വിവാദങ്ങൾക്കൊക്കെ അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു എല്ലാം വ്യാജമാണെന്ന്. എന്നാൽ വിഷയം അവിടെ നിർത്തിയില്ല. പരാതികളുടെ എണ്ണം വീണ്ടും കൂടി. വിവാദങ്ങൾ ശക്തമായതോടെ യൂത്ത് കോൺഗ്രസ് നേതൃത്വ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അത് വലിയൊരു സിഗ്നൽ ആയിരുന്നു. കാരണം പാർട്ടി അങ്ങനെ സാധാരണഗതിയിൽ രാജി ആവശ്യപ്പെടാറില്ല. ഇവിടെ പബ്ലിക് പെർസെപ്ഷൻ കംപ്ലീറ്റ്ലി മാറി. ഇന്നലെ വരെ യങ് ലീഡറായിരുന്ന ഒരാൾ ഇന്ന് കോൺട്രവേഴ്ഷ്യൽ പൊളിറ്റീഷ്യനായി. സോഷ്യൽ മീഡിയയിൽ രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരു ഗ്രൂപ്പ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും മറ്റേ ഗ്രൂപ്പ് അദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ലോ പോയിന്റിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ഒരു സാധാരണ പൊളിറ്റിക്കൽ ഡിഫൻസ് മതിയാകാതെ വന്നു. അതിനുശേഷമാണ് കാര്യങ്ങൾ ലീഗൽ ലെവലിലേക്ക് പോകുന്നത്. ഒന്നല്ല ഒന്നിലധികം സ്ത്രീകൾ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നു. അത് ഒരു സിമ്പിൾ അലിഗേഷൻ ആയിരുന്നില്ല, സീരിയസ് ക്രിമിനൽ കുറ്റങ്ങളായിരുന്നു. പിന്നീട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, എവിഡൻസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. ഡിജിറ്റൽ മെസ്സേജ്, വോയിസ് ക്ലിപ്പുകൾ, ഇതൊക്കെ വലിയ വാർത്തകളായി. കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ചില്ല. അത് തന്നെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം കോടതി പറഞ്ഞിരുന്നത് ഈ ഒരു പ്രൈമറി സ്റ്റേജിൽ ഇതൊരു വലിയ കുറ്റകൃത്യം തന്നെയാണ് എന്നായിരുന്നു. ഇവിടെയാണ് പൊളിറ്റിക്സ് പിന്നിലേക്ക് പോകുന്നതും അതേപോലെ തന്നെ നിയമം മുന്നിലോട്ടേക്ക് വരുന്നതും. അങ്ങനെ അവസാനം രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു MLA അല്ലെങ്കിൽ ഒരു പ്രോമിനന്റ് പൊളിറ്റിക്കൽ ഫേസ് ഉള്ള ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമായിരുന്നില്ല. അതോടെ കോൺഗ്രസ് പാർട്ടി ഒരു ക്ലിയർ സ്റ്റാൻഡ് എടുത്തു. ശേഷം പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. പാർട്ടി ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞു ഇതൊരു ലീഗൽ മാറ്റർ ആണ്, അതുകൊണ്ട് തന്നെ പാർട്ടി അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യില്ല എന്ന്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വാർത്തയായി. ഒരു കാലത്ത് ഫ്യൂച്ചർ ലീഡർ എന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ പാർട്ടിയിലില്ല, പവറില്ല, അദ്ദേഹം നിയമത്തിന്റെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയൊരു ചർച്ച തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഒരു വിഭാഗം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് കോടതി അദ്ദേഹത്തെ കുറ്റവാളി എന്ന് വിളിക്കുന്നത് വരെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല എന്നാണ്. അക്യൂസ്ഡ് ഇന്നസെന്റ് ആണോ അതോ ഗിൽറ്റി ആണോ എന്ന് കോടതി തീരുമാനിക്കും എന്ന്. പക്ഷേ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്, പൊളിറ്റിക്കൽ പവർ ഉണ്ടെന്ന് കരുതി ആർക്കും നിയമത്തിന്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ കഥ എല്ലാവർക്കും ഒരു ലെസൺ ആണ്. അതായത് പവർ ടെമ്പററിയാണ്, പൊസിഷൻ ടെമ്പററിയാണ്, പക്ഷേ നിയമം എപ്പോഴും പെർമനന്റ് ആണ് എന്നുള്ളത്. ഇത് ഒരാളുടെ ഡൗൺഫോൾ മാത്രമല്ല, പൊളിറ്റിക്സിൽ അക്കൗണ്ടബിലിറ്റി എത്ര പ്രധാനമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം. അതായത് നമ്മളുടെ സിസ്റ്റം അല്ലെങ്കിൽ ജസ്റ്റിസ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് നിയമത്തിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടോ, ജസ്റ്റിസ് ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ അൺബയാസ്ഡ് ആയിട്ടുള്ള ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.